ഫ്രണ്ട്സ് ഇന്ന് നഗരവനം പിന്നെ ഒന്നുകൂടി കാണാൻ വന്നതാട്ടോ. കുറച്ചുകൂടി എന്തെല്ലാം മാറ്റങ്ങളെല്ലാം വന്നീനെന്ന് പറയുന്ന കേട്ടിരുന്നു. അപ്പം നഗരവനത്തിൽ വരുന്ന ഒരു മനസ്സിന് റിഫില്ല കേട്ടോ, ഫുൾ നേച്ചർ ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ടിക്കറ്റ് എടുക്കാൻ പോയിന്. ഞാൻ എൻട്രൻസിൽ നിന്ന് വീഡിയോ എടുത്ത് വന്നതാണ്. ഇതാണ് നമ്മളെ എൻട്രൻസ് വരുന്നത്. 40 rupees ആണ് ടിക്കറ്റ് വരുന്നത്. നല്ല ഒരു കൂളായ പ്രദേശമാണ്. നല്ല നമുക്ക് പോയിരിക്കാൻ നല്ലൊരു മനസ്സിനൊരു ക്ലിയർ തോന്നും. അത് നല്ലൊരു സന്തോഷം തോന്നും, ഫുൾ നേച്ചർ ആയതുകൊണ്ട്. അപ്പം മണ്ണ് കണ്ടാൽ ഇതാ എൻ്റെ സുന്ദരിക്ക് ഫോട്ടോ എടുക്കണം. അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്തു. അങ്ങനെ ഉള്ളോട്ട് പോകുന്ന ഒരുപാട് ട്രീസിനെ കുറിച്ചും ബട്ടർഫ്ലൈനെ കുറിച്ചെല്ലാം ഒരുപാട് ടാഗ്സ് ഉണ്ട് ഇതുപോലെ. അപ്പോൾ അതിൻ്റെ എല്ലാം ഓരോ ചെറിയ ഫോട്ടോസ് എല്ലാം എടുത്തു. അധികം ഫോട്ടോസ് ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ വീഡിയോയിൽ. ഇക്കാനെയും കൂട്ടിക്കെട്ടോ. നല്ല ഭംഗിയുണ്ട്. കാട്ടുപോവാണെങ്കിലും കാണാൻ എന്താ ഭംഗി. അപ്പൊ അത് വെറുതെ ഒരു ഫോട്ടോ എടുത്തു. ഞാനൊരു ഫോട്ടോ എടുത്തു. എങ്ങനെയുണ്ട് കാണാൻ? പിന്നെ എൻ്റെ ചെക്കനെ എടുത്തു. എങ്ങനെയുണ്ട്? സുന്ദരനാണോ? അപ്പൊ മൂപ്പരെ ഫോട്ടോ ഒന്നും അധികം കിട്ടലില്ല, ഞാൻ പിടിച്ച വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പം മൂപ്പരെ ഇതെല്ലാം പിടിച്ചെടുപ്പിച്ചതാ. പിന്നെ കുറെ പൂച്ചട്ടികളുണ്ട്, പല വിധമായ ഔഷധ ചെടികളും എല്ലാം ഒരു വിധപ്പെട്ടതെല്ലാം മെഡിസിൻസിന് പറ്റിയ ചെടികളാന്ന് തോന്നുന്നു. പിന്നെ സ്റ്റെപ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. ഉപ്പാന്റെ കൈയും പിടിച്ചിട്ട് മോളതാ എന്താ പോകണ്ടോ. പിന്നെ ഈ ചെടികളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. പിന്നെ ആദ്യം വരുമ്പോൾ ഈ ഹട്ട് ഹൗസിൽ കയറാനെല്ലാം പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ ആൾക്കാരെല്ലാം കയറി ഏകദേശം പടികളെല്ലാം പൊട്ടീന്. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് എൻട്രി എന്നുള്ള എഴുതിന് ബോർഡിൽ. കണ്ട, ഞങ്ങളെ കുട്ടിയത്തിലെ ഏറ്റവും ചെറിയ കുട്ടിയാ ഊഞ്ഞാൽ കളിക്കുന്നുണ്ട്. അപ്പം ഇയാൾക്ക് ഏതിൽ കയറണമെന്ന് തിരിയുന്നില്ല. ഇവര് ഊഞ്ഞാൽ കയറുമ്പോൾ ഒക്കെ കയറാൻ പറ്റുന്നില്ല. അപ്പൊ ആ ദേഷ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഊഞ്ഞാൽ കളിക്കുന്നില്ല. നമ്മൾ ചെറുതായി വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു. പിന്നെ അങ്ങോട്ടേക്ക് ചെറിയ ജീവികളെ, ഇൻസെക്ട്സുകളെ കുറിച്ചാണുള്ളത്. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ. ബാത്റൂമിൽ പുറത്ത് പെയിന്റിങ് ചെയ്തത് എന്താ ഭംഗിയല്ലേ, നല്ല പെയിന്റിങ് ആയിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് കുറച്ചും കൂടി നടന്നല്ലേ. പിന്നെ കിളികളെ കുറിച്ചെല്ലാം ഉള്ളതുണ്ട്. പിന്നെ ഞങ്ങളൊരു സെൽഫി എടുത്തു. വന്ന സ്ഥിതിക്ക് ഒരു 2-3 ഫോട്ടോസ് എല്ലാം എടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് ഒരു 3-4 ഫോട്ടോസ് എടുത്തു. നമ്മളെ അസ്തിമോളാണ് ഫോട്ടോ എടുത്തത്. പിന്നെ ഞങ്ങളെ പുലിയെ ഞങ്ങൾ അന്ന് വന്നപ്പോ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എന്തെല്ലോ മാറ്റങ്ങൾ വന്നതിന് പുല്ലെല്ലാം വെച്ചു. പിന്നെ അങ്ങോട്ടേക്ക് സ്റ്റെപ്സിലേക്ക് കയറി പോകുമ്പോ അവിടെ ഒരു പുള്ളിപ്പുലി അതുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു ഹട്ട് ഹൗസ് കണ്ടു. പക്ഷെ ഇപ്പൊ അതിലൊന്നും നോ എൻട്രി. കാരണം ഇതുപോലെ ഒരുപാട് ആൾക്കാർ പോയത് കൊണ്ടായിരിക്കാം അതിന്റെ സീറ്റും പലകളെല്ലാം പൊട്ടിച്ച് വെച്ച രീതിയിലായിരുന്നു ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉള്ളിലേക്കൊന്നും പ്രവേശനമില്ല. ആദ്യമല്ല ഞങ്ങൾ പോകുമ്പോ ഫുൾ അതിന്റെ ഉള്ളിലെല്ലാം പോയിരിക്കുകയായിരുന്നു. പിന്നെ വേറെ ഒരു ഊഞ്ഞാൽ കണ്ടു. അപ്പൊ ഉപ്പാക്കും മക്കൾക്കും രണ്ടാക്കും കളിക്കണം. ഓല് കളിക്കുന്നതും കണ്ട് ഞാൻ വീഡിയോ എടുത്തു നിന്നു. പിന്നെ സ്ലൈഡ് കണ്ടു. പിന്നെ ഇതുണ്ടോ, പാമ്പിനെ കാണുമ്പോ തന്നെ പേടിയാവും. ഒറിജിനലാണ് ഇങ്ങനെ പോയി നിൽക്കാൻ പറ്റുമോ? അല്ലല്ലോ. ഇതാ എൻ്റെ മൂത്ത കുട്ടി കളിക്കുന്നതാണ്. എൻ്റെ മൂത്ത കുട്ടി കളിക്കുന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം കാണാൻ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് പിന്നെ അങ്ങോട്ടേക്ക് നടക്കാന്നെല്ലാം പറഞ്ഞ് പിന്നെ സ്ലൈഡിന്റെ എല്ലാം കഴിഞ്ഞ് പാമ്പിന്റെ എല്ലാം നോട്ടീസ് ഒരുപാടുണ്ട്. അത് കഴിഞ്ഞിതാ ഇതൊരു ചെറിയ കുളം പോലെ മേലെ കണ്ട ഒരാളിരിക്കുന്ന സ്റ്റാച്ചു. പിന്നെ ഈ കുഞ്ഞിക്കുളത്തിൽ കുറെ ഫിഷുകളുണ്ട്, പക്ഷെ കാണുന്നില്ല. പിന്നെ അത് അങ്ങോട്ടേക്ക് വരുന്ന ഈ വയ്യാണ് കേട്ടോ ഇത്. പിന്നെ ഈ വാട്ടർഫോൾസിനെ പറ്റിയും പലതിനെ പറ്റിയും ഉള്ള നോട്ടീസാണ്. പിന്നെ എൻ്റെ വീഡിയോ എടുക്കുന്നത് ഞാൻ നടന്നു വരുന്നല്ലോ. നല്ല രസമുണ്ട്, ഭംഗി. കാടാണെങ്കിലും കാണാൻ എന്തോ ഒരു ഭംഗി. പിന്നെ ഉപ്പുമോളാടെ ഇരിക്കുന്നത് ഞാൻ അറിയാതെ എടുത്തത്. ഇയാളോട് ഒരു ഫോട്ടോക്ക് ഒരു പോസ് തരാൻ പറഞ്ഞപ്പോൾ ഇയാൾ തന്ന പോസാണിത്. പിന്നെ അത് ഞങ്ങൾ പിന്നെ നടന്ന് ഏകദേശം കഴിയാറായി. കുറച്ചു നേരത്തെ ഓക്കേ ഉള്ളൂ. നല്ല രസമുണ്ട്. പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ ഒരു സമാധാനം, ഒരു ഫീൽ, നല്ല നേച്ചർ. പിന്നെ ഇത് പുതിയതായിട്ട് ചെയ്തതാട്ടോ. നല്ലൊരു ഗുഹ സെറ്റപ്പ്. അതിൻ്റെ ഉള്ളിൽ പുറത്ത് അക്വേറിയം, കുഞ്ഞൊരു അക്വേറിയം. അതിൽ കുറച്ച് ഫിഷസ് എല്ലാം ഉണ്ട്. അപ്പൊ അത് കാണാൻ മക്കൾക്ക് അതെല്ലാം നല്ല ഭംഗിയുണ്ടായി കാണാൻ. ഫിഷസ് കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ കുട്ടികൾക്ക്. അപ്പൊ ഇതാ വലിയ ഫിഷസാ. നല്ല രസമുണ്ട്. വൈറ്റ് ഫിഷും പിന്നെ കോഴിക്കാർപ്പെന്നെല്ലാം ഉണ്ടായി. അതും നല്ല രസമുണ്ടായി. അപ്പോ ഇതുണ്ട്. ഇതിൽ ചെടിയെല്ലാം നട്ടിന്. പിന്നെ ഇതാ വേറൊരു ഫിഷ്. ഇതിന്റെ ഒരു പേര് എനിക്കറിയില്ല. ആകെ ഒരു 2-3 ഫിഷ് മാത്രമേ എനിക്കറിയാം. ഈ ഫിഷിന് മാത്രമേ എനിക്കറിയാം. ബാക്കിയുള്ളതിനൊന്നും എനിക്കറിയില്ല കേട്ടോ. ബട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു.
അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതോടെ നമ്മളെ സ്ഥലം എത്തി. നമ്മൾ എവിടെയാണ് എൻട്രൻസിൽ കയറിയത് അവിടെ തന്നെ എത്തും. പിന്നെ കുറച്ചും കൂടി കണ്ടോ, ഗുഹ കണ്ടോ, നല്ല ഭംഗിയുള്ള ഗുഹ കാണാൻ. പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു വലിയൊരു ഈഗിളുണ്ട്, അതിൻ്റെയും കൂടി ഒരു സ്റ്റാച്ചു ഉണ്ട്. അത് ആമി പോയിട്ട് ഉമ്മ കോഴി കോഴി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അവിടുന്ന് ഐസ്ക്രീം വാങ്ങി തന്നു. കണ്ട ഐസ്ക്രീം തിന്നുന്ന കോലം കണ്ടാൽ. പിന്നെ ഞങ്ങളൊരു ഷോപ്പ് കയറി കുറച്ച് ചായ എല്ലാം കുടിച്ചു. ഇവർക്ക് എന്തോ സാൻഡ്വിച്ച്, ഞാൻ സാൻഡ്വിച്ച് എടുത്തു, മക്കള് ഷവർമ എടുത്തു. അങ്ങനെ അത് കോഫി എല്ലായി.